വണ്ടി അവിടെ നിന്ന് വരുമ്പോൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് വണ്ടി ചവിട്ടിയിട്ട് കിട്ടാണ്ടായപ്പോൾ നേരെ നല്ല സ്പീഡായി. പിന്നെ അപ്പോൾ ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ വണ്ടി ഒന്ന് ലെഫ്റ്റ് ഓടിക്ക് പറഞ്ഞു. ആൾ ലെഫ്റ്റ് ഓടിച്ചില്ല, ആൾക്ക് കൺട്രോൾ വിട്ടുപോയി. പിന്നെ എല്ലാവരും പിടിച്ചിരുന്നു, സ്റ്റാൻഡിങ് ആയിരുന്നു, വണ്ടി സ്റ്റാൻഡിങ് ആയിരുന്നു. പിന്നെ നോക്കുമ്പോൾ മരത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി, വണ്ടി കയറി. പിന്നെ ഇതിൻ്റെ അകത്ത് പോയി ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു. പിന്നെ നമ്മൾ ആ വിൻഡോ കൂടെ ചാടിയിട്ട് ഞാൻ ഈ ഡോറ് വന്നിട്ട് തുറക്കാൻ പറ്റില്ല, കല്ല് അതിൻ്റെ ഇടയിൽ പെട്ട് കിടന്നു, ഉള്ളിൽ നിന്ന് ആൾക്കാരെ വലിക്കാൻ പറ്റില്ല. വണ്ടിക്ക് ബ്രേക്ക് ഡൗൺ ആയപ്പോൾ ഭയങ്കര വേഗതയായിരുന്നു. വണ്ടി ചവിട്ടിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ കണ്ടക്ടർ എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. കണ്ടക്ടറും പറഞ്ഞു, ഞാനും പറയുന്നുണ്ട്, വണ്ടി ലെഫ്റ്റ് ഓടിക്ക് ഗിയർ ഡൗൺ ആക്കി പറയുന്നത്. പുള്ളി അതൊന്നും ശ്രദ്ധിക്കില്ല. പുള്ളീൻ്റെ കൺട്രോൾ പോയി തോന്നുന്നു. അതുകൊണ്ടാണ് വണ്ടി അവിടെ നിന്ന് ഡൗൺ ആയതാണ്. വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ചരിഞ്ഞു കയറിയതാണ്, അവിടെ നിന്ന് പോയതാണ്. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുകയാണ്. സച്ചിൻ, എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു സ്ത്രീയുടെ ജീവനാണ് നഷ്ടമായത്. നിരവധി യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ ഇനി അപകടത്തിന്റെ കാരണം എന്ത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അതിലാണിപ്പോൾ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരന്റെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. നേരത്തെ കണ്ടുനിന്ന ആളുകളും പറഞ്ഞതൊക്കെ ഇത്തരത്തിൽ കണ്ടക്ടർ ആണേലും പറഞ്ഞത് ബ്രേക്ക് ഡൗൺ ആയതാണ് എന്നാണ്. അതുതന്നെയാണോ യാത്രക്കാരും പറയുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്? അത് എന്തായാലും ബ്രേക്ക് പോയത് തന്നെയാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമെന്നാണ് ബസ്സിലെ യാത്രക്കാരും അതേപോലെ തന്നെ കണ്ടക്ടർ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും അത് ഈ KSRTCയുടെ ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ തന്നെ RTOയുടെ പരിശോധന അടക്കം നടക്കും. അതിനുശേഷം മാത്രമാണ് ഈ ബ്രേക്ക് പോയത് തന്നെയാണോ ഈ അപകടത്തിന് കാരണം എന്ന ഇതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും പ്രാഥമികമായി ബ്രേക്ക് പോയത് തന്നെയാണ് അപകട കാരണമെന്നാണ് നിലവിൽ അന്വേഷണ സംഘം വിലയിരുത്തിയിട്ടുള്ളത്. പ്രധാനമായും നേരത്തെ ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാരന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതായത് ബസ് ഈ ചുരത്തിന് മുകളിൽ വെച്ച് തന്നെ ഇത്തരത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടതായി ഡ്രൈവർ പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ ആ സമയത്ത്, അതായത് മുകളിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അപകടം സംഭവിക്കുന്നതെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി വലിയ അളവിൽ വർദ്ധിക്കുമായിരുന്നു. എന്തായാലും ഒരു യുവതി മാത്രമാണ് അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. അത് ഏറ്റവും ആശ്വാസകരം തന്നെയാണ്. ഇപ്പോൾ മരിച്ച യുവതിയുടെ ബന്ധുക്കൾ അടക്കമുള്ളവർ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 9:30 നെല്ലിയാമ്പതിയിൽ നിന്നും നെന്മാറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. തുടർന്ന് ബസ് ഈ നെന്മാറ പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് സമീപത്തെ തേക്കിൻകാട്ടിലാണ് ബസ് ഇടിച്ചു നിർത്തിയത്. ആ ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനിടയിലും അതേപോലെ തന്നെ മരത്തിനിടയിലും പെട്ടാണ് നെല്ലിയാമ്പതി സ്വദേശിയായിട്ടുള്ള ജയന്തി മരിച്ചിട്ടുള്ളത്. എന്തായാലും ജില്ലാ കളക്ടർ അതേപോലെ തന്നെ സ്ഥലം MLA ആയിട്ടുള്ള പ്രേമൻ, മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാവരും തന്നെ ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെയും അതേപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥർ, അതായത് വനംവകുപ്പിൻ്റെയും മറ്റ് പോലീസിൻ്റെ എല്ലാം തന്നെ കൃത്യമായ ഇടപെടലിലൂടെ തന്നെ ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കൂടാതെ നിലവിൽ പരിക്കേറ്റവരെ നെന്മാറയിലെ ആശുപത്രിയിലും അതേപോലെ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പരിക്കുകൾ വലിയ രീതിയിൽ ഗുരുതരമല്ല എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്തായാലും അപകടത്തിൻ്റെ കാരണത്തെക്കുറിച്ച് ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ക്രെയിൻ ഉപയോഗിച്ച് ബസ് മുകളിലേക്ക് കയറ്റാനുള്ള പ്രവർത്തനങ്ങളും നടത്തും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ജില്ലാ കളക്ടർ സംഭവസ്ഥലം സന്ദർശിക്കുകയാണ്. അതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കണ്ടക്ടറുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. മറ്റ് കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വലിയൊരു അപകടത്തിൻ്റെ ആഘാതം തന്നെ വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരു